പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടുത്തെ കുട്ടികളോട് ഏതാണ്ടൊരു 250ഓളം കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളോട് ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് നീന്തറിയാത്തവർ വെള്ളത്തിൽ ഇറങ്ങരുത്. ആഴമായ വെള്ളത്തിൽ, പ്രത്യേകിച്ച് വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ടെങ്കിൽ നീന്തറിയാമെങ്കിലും ചിലപ്പോൾ അപകടം പറ്റും. ഇനി അതിനേക്കാൾ അപകടം ചുഴിയുണ്ടെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എത്ര നീന്തറിയാവുന്നവരും ചുഴിയിൽ നിന്നുപോയാൽ എടുത്ത് ചുഴിക്ക് താഴോട്ടാക്കും. ഇന്ന് രാവിലെയും എവിടെ ഒരു അപകടം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഒരു പശുവിനെ തീറ്റുന്ന ഒരാൾ പറഞ്ഞതാണ്, മക്കളെ നിങ്ങൾ വെള്ളത്തിലോട്ട് പോകരുത് എന്ന് പറഞ്ഞത്. പക്ഷെ ഒരാൾ പോയി. അയാൾ ശകലം മനധൈര്യമുള്ളവരായതുകൊണ്ട് അയാൾ ചുഴിയിൽ പോയ ഒരാളെ നീന്തി കരയ്ക്കെടുത്തു. അയാളുടെ മൊബൈൽ വരെ പോയി. എന്നാൽ ഇന്നത്തെ മനോരമ പത്രം വായിക്കുമ്പോൾ വളരെ വേദനാജനകമായ ഒരു വാർത്തയുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ 12 വയസ്സുള്ള മകനും പിന്നെ 2 അനന്തരവന്മാരും കരമനയാറ്റി കുളിക്കാനായതാണ്. ചുഴിയിൽപ്പെട്ടു, മരിച്ചു. ഈ ലോകം വയനാട് ദുരന്തം കണ്ടതാണ്. വെള്ളത്തിൽ വീണ് മരിച്ച നൂറുകണക്കിന് ആളുകളെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? ഞാൻ അധ്യാപകരോടൊക്കെ പറയുകയാണ്, മാതാപിതാക്കളോടൊക്കെ പറയുകയാണ്, നിങ്ങളുടെ മക്കളെ ദയവ് ചെയ്ത് കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിലിറങ്ങാൻ അനുവദിക്കാതിരിക്കുക. 1. 2, 8ാം ക്ലാസ്സിന് മുമ്പ് മിനിമം യോഗ്യത എന്നൊരു സംഭവത്തിൽ നീന്തൽ എല്ലാ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുക. ബാക്ക് സ്ട്രോക്കോ ബട്ടർഫ്ലൈ സ്ട്രോക്കോ എടുക്കണമെന്നല്ല ഞാനീ പറഞ്ഞത്. സിമ്പിളായിട്ട് നീന്താൻ പഠിപ്പിക്കുക. ഇതൊരു അത്യാവശ്യമാണ് കാലഘട്ടത്തിൽ. ഇനി എല്ലാ കൊല്ലവും പ്രളയം ഉണ്ടാവും. ഇനി എല്ലാ കൊല്ലവും ചിലപ്പോൾ ഉരുൾപൊട്ടലുണ്ടാവും. ഈ കൊല്ലം ഉണ്ടാവത്തില്ലെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥ പൂർണ്ണമായിട്ടും മാറിയതനുസരിച്ച് നമ്മുടെ പാഠ്യപദ്ധതിക്കകത്ത് നീന്തൽ എന്ന ഒരു സംഭവം മസ്റ്റായിട്ട് കൊണ്ടുവരണം. എൻ്റെ ഒരു അപേക്ഷയാണ്. ഇനി ഞാൻ കുട്ടികളോടൊരു കാര്യം പറയാം. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓയൂർ കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ 3-4 കുട്ടികളെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചവിടെ പോവാം. അത് ഞങ്ങൾ നീന്താൻ പോവാം. എവിടെ? ഇവിടെ ഒരു കുളമുണ്ട്, നീന്താൻ പോവാം. ഞാൻ പറയുന്നത് സ്കൂളില്ലേ? അത് ഞങ്ങൾ സ്കൂളിൽ കയറിയില്ല. ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെ +1 കുട്ടികളാണ്. +1 അവിടെ കയറുന്നതേ ഉള്ളൂ. അവർ നീന്താൻ പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു വിടുക. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലും ആവശ്യമില്ലാത്ത ജലാശയങ്ങളിലും പാറക്കെട്ടുകളിൽ പോയി നീന്തുന്നവരുണ്ട്. എടുത്തങ്ങ് ചാടും. പാറ പൊട്ടിച്ചിട്ടേക്കുമായിരിക്കും താഴെ.